79 വയസ്സുള്ള ഒരമ്മ, ആ അമ്മയുടെ 45 വയസ്സായ ഒരു മകൾ, ആ മകളുടെ 29കാരനായ കാമുകൻ. ഇവർ 3 പേരും ഒന്നിച്ചപ്പോൾ നടന്നത് ഒരു കുടുംബ കഥയല്ല, ഒരു സിനിമാ കഥയുമല്ല. നമ്മളെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിൽ നടന്ന ഒരു കൊലപാതകത്തിന്റെ കഥയാണ്. കാമുകന്റെ കടം തീർക്കാൻ സ്വന്തം അമ്മയുടെ കഴുത്തിന് കൈവച്ച ഒരു മകളുടെ കഥ. കൊലപാതകത്തിനു ശേഷം ഭയമോ കുറ്റബോധമോ ഇല്ലാതെ ജിമ്മിൽ പോയ ഒരു മകളുടെ കഥ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബന്ധങ്ങൾ എത്രത്തോളം അപകടമാവാം എന്നതിന്റെ ഭീകരമായ ഒരു ഉദാഹരണമാണ്. ഇതൊരു കഥയല്ല, ഇതാണ് തങ്കമണി എന്ന 77 വയസ്സുകാരിയുടെ മരണത്തിന് പിന്നിലെ യാഥാർത്ഥ്യം. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നാൽപ്പത്തഞ്ചുകാരിയായ സന്ധ്യയും അയൽവാസിയായ 29കാരനായ നിതിനും തമ്മിൽ ഒരു അരുതാത്ത ബന്ധമുണ്ടായിരുന്നു. നിതിന്റെ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു ഇവർ പലപ്പോഴും പരസ്പരം കണ്ടുമുട്ടിയതും പരസ്പരം ഒരുമിച്ചതും. ഹോട്ടൽ ജീവനക്കാരനായ സന്ധ്യയുടെ ഭർത്താവ് കൂടിയായ ഒരു പാവ മനുഷ്യൻ അതിരാവിലെ ജോലിക്ക് പോയി പാതിരാത്രിക്ക് വരുന്ന ഒരു സാധാരണക്കാരനായ കുടുംബസ്ഥനാണ്. കുടുംബത്തിന് വേണ്ടി ഏറെ കഷ്ടപ്പെടുന്നവൻ, ഏറെ അധ്വാനിക്കുന്നവൻ. അതുപോലെ തന്നെ നിതിന്റെ വീട്ടിലെ കാര്യവും ഒട്ടും വ്യത്യസ്തമല്ല. പ്രായമായ മാതാപിതാക്കൾ ഇപ്പോഴും കൂലിപ്പണി ചെയ്താണ് ജീവിക്കുന്നത്. നേരം വെളുത്താൽ തന്നെ ഇരുവരും കൂലിപ്പണിക്കായി വീട്ടിൽ നിന്ന് ഇറങ്ങും. കാള പോലെ വളർന്ന നിതിൻ വീട്ടിലിരുന്ന് അത് തിന്ന് സുഖമായി ജീവിക്കും. നാണവും മാനവും അഭിമാനവും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇതും ഇത്തരക്കാർക്ക് ഒരു വിഷയമല്ല. അങ്ങനെ നിതിന്റെ മാതാപിതാക്കളും സന്ധ്യയുടെ ഭർത്താവും ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഈ 2 കാളകൾക്ക് ഒത്തുചേരാനുള്ള വളരെ വലിയൊരു സമയമാണ് ലഭിക്കുന്നത്. പലപ്പോഴും അവർ ഇത്തരത്തിലുള്ള സമയങ്ങൾ തന്നെയാണ് സംഗമിക്കാൻ തിരഞ്ഞെടുക്കാറും. 29കാരനായ നിതിന് ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു. ഒരു ജോലിക്കും പോകാതെ വീട്ടിലിരുന്ന് തിന്നു മുടിക്കുന്നവന് സാമ്പത്തിക ബാധ്യത ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. ഈ ബാധ്യതകൾ തീർക്കാനായി കാമുകി കൂടിയായ സന്ധ്യ പലതവണ നിതിനെ സഹായിച്ചിട്ടുണ്ട്. ഭർത്താവ് കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന പണം സൂക്ഷിച്ചു വെക്കാൻ ഏൽപ്പിച്ചിരുന്നത് പലപ്പോഴും സന്ധ്യയായിരുന്നു. അവൾ ആ പണമെടുത്ത് തന്റെ കള്ളക്കാമുകനെ കടം വീട്ടാൻ സഹായിച്ചു കൊണ്ടേയിരുന്നു. ഒന്നും അറിയാതെ പാവം ഭർത്താവ് പുലർക്കാലത്ത് ജോലിക്ക് പോകും, വൈകുന്നേരം തിരിച്ചു വരും. അന്നത്തെ അധ്വാനത്തിന്റെ കൂലി ഭാര്യയെ ഏൽപ്പിക്കും. ഇങ്ങനെ മടിയനായ യാതൊരു ജോലിക്കും പോകാത്ത കാള പോലെ വളർന്ന കാമുകന്റെ കടബാധ്യത തീർക്കാൻ വേണ്ടി ഒരിക്കൽ സന്ധ്യ അമ്മയോട് അവരുടെ ആഭരണങ്ങൾ ചോദിച്ചു. അങ്ങനെ അന്നേ ദിവസം അമ്മയും സന്ധ്യയും തമ്മിൽ ഈ വിഷയത്തെ ചൊല്ലി കനത്ത വാക്ക് തർക്കം ആ വീട്ടിൽ രൂപപ്പെട്ടു. വാക്ക് തർക്കത്തിനിടെ സന്ധ്യ അമ്മയെ താഴെ തള്ളിയിട്ട് കഴുത്ത് ഞെരിച്ച് കൊന്നു. അതായത് ആ അമ്മ മരിക്കുമ്പോൾ അവസാനം കണ്ടത് 10 മാസം ചുമന്ന് പ്രാണവേദനയോടെ പ്രസവിച്ച് പോറ്റി വളർത്തിയ, കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പോറ്റി വളർത്തിയ മകളുടെ മുഖമായിരിക്കണം. സ്വന്തം കാമുകന്റെ കാമത്തിനപ്പുറം ലോകത്തൊന്നും തന്നെ ഇല്ല എന്ന് ചിന്തിക്കുന്ന ഇത്തരം പിശാചുകൾക്ക് എന്തമ്മ, എന്ത് പ്രാണവേദന. അവർക്ക് കാമം മാത്രം. ഊണിലും ഉറക്കത്തിലും ഉണരുമ്പോഴും കാമം മാത്രമായിരിക്കാം. കൊലപാതകത്തിന് ശേഷം സന്ധ്യ അമ്മയുടെ ദേഹത്തുള്ള ആഭരണങ്ങൾ വലിച്ചു പൊട്ടിച്ചെടുക്കുകയും ഇത് കാമുകന് നിതിന്റെ കടം വീട്ടാനായി അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്തു. ശേഷം സന്ധ്യ സ്വന്തം അമ്മയുടെ മൃതദേഹം കട്ടിലിൽ കിടത്തി. അതിനുശേഷം ഒരു കുറ്റബോധമോ ഭയമോ ഇല്ലാതെ അവർ ജിമ്മിൽ പോയി. പുഷ്ടിപ്പെട്ട ശരീരമുണ്ടായിട്ട് കാര്യമല്ല, പൈശാചിക മനസ്സാണ് പലർക്കും ഉള്ളത്. ഇങ്ങനെ ജിമ്മിൽ പോയി തിരിച്ചു വന്നതിന് ശേഷമാണ് പിന്നീടുള്ള പദ്ധതികളെല്ലാം സന്ധ്യ ആസൂത്രണം ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ ഭർത്താവ് രാത്രിയോടെ വീട്ടിലേക്ക് എത്തുന്നു. അമ്മ ഇന്ന് നേരത്തെ ഉറങ്ങി എന്ന് പറഞ്ഞ് ഭർത്താവിനെ അക്കാര്യം വിശ്വസിപ്പിച്ചു. അതിനുശേഷം നിതിനെ വിളിച്ചു വരുത്തി. രാത്രി ഏറെ വൈകി സന്ധ്യയും നിതിനും കൊല്ലപ്പെട്ട സന്ധ്യയുടെ അമ്മ കൂടിയായ തങ്കമണിയുടെ മൃതദേഹം തൊട്ടപ്പുറത്ത പറമ്പിൽ കൊണ്ടിട്ടു.
തുടർന്ന് നിതിൻ തന്നെയാണ് അയൽക്കാരെയും പോലീസിനെയും എല്ലാം വിളിച്ച് തങ്കമണി കൊല്ലപ്പെട്ട കാര്യം എല്ലാവരെയും അറിയിച്ചത്. ശേഷം നിതിൻ ശബരിമലയിലേക്ക് പോകുകയും ചെയ്തു. അമ്മ കട്ടിൽ നിന്ന് വീണ് മരിച്ചതാണ് എന്നായിരുന്നു സന്ധ്യ അമ്മയുടെ മരണത്തെക്കുറിച്ച് എല്ലാവരോടും പറഞ്ഞിരുന്നത്. സ്വാഭാവികമായിട്ടും മുഖത്തെ മുറിവുകൾ കട്ടിൽ നിന്ന് വീണപ്പോൾ സംഭവിച്ചതാകാം എന്നാണ് അയൽവാസികളും നാട്ടുകാരും ബന്ധുക്കളും കരുതിയത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തങ്കമണിയുടെ കഴുത്തിലെ 2 എല്ലുകൾ തകർന്നിട്ടുണ്ട് അഥവാ പൊട്ടിയിട്ടുണ്ട് എന്ന് വ്യക്തമായി. ഈ കണ്ടെത്തൽ തന്നെയാണ് കേസിനെ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിട്ടത്. അങ്ങനെ പോലീസ് നിതിനെ സംശയിക്കുകയും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. നിതിൻ ശബരിമലയിലേക്ക് പോയതും അവിടുന്ന് നിരന്തരം കാര്യങ്ങൾ അന്വേഷിച്ച് സന്ധ്യക്ക് ഫോൺ ചെയ്യുകയും ചെയ്തതോടെ പോലീസിന്റെ സംശയം ബലപ്പെട്ടു. ഈ ഒരു അവസരത്തിലാണ് പോലീസ് നിതിന്റെയും സന്ധ്യയുടെയും ഫോൺ ചാറ്റുകളുടെ രേഖകൾ പരിശോധിക്കുന്നത്. അങ്ങനെ തങ്കമണി മരിച്ച ദിവസത്തെ ഫോൺ ചാറ്റുകളും കോളുകളും പോലീസ് വിശദമായി പരിശോധിച്ചു. അങ്ങനെ ഇരിക്കെ നിതിനെ ചോദ്യം ചെയ്തപ്പോൾ ഒരു കൃത്യമായ മറുപടിയൊന്നും ഇയാളെ പക്കൽ നിന്ന് കിട്ടിയില്ല. അങ്ങനെ ഇരിക്കെ പോലീസ് സന്ധ്യയും കൂട്ടി വീട്ടിൽ ചെന്ന് വിശദമായ ഒരു പരിശോധന നടത്തുന്നു. ആ പരിശോധനയിലാണ് പൊട്ടിച്ചെടുത്ത മാലയുടെ ബാക്കി ഭാഗം അലമാരയിൽ നിന്ന് പോലീസിന് ലഭിക്കുന്നത്. അവർ വ്യക്തമായി സന്ധ്യയെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്തു. സന്ധ്യയും നിതിനും ഒരു രീതിയിലും ഒന്നും സമ്മതിക്കുന്നില്ല. അവസാനം പോലീസ് എല്ലാ തെളിവുകളും അവരുടെ മുന്നിൽ ഹാജരാക്കി. ഫോൺ റെക്കോർഡുകൾ ഉൾപ്പെടെ, മാലയുടെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ എന്നിട്ടും അവർ കുറ്റം സമ്മതിച്ചില്ല. ഒടുവിൽ അവർ കുറ്റം സമ്മതിച്ചു. പോലീസ് ചോദിക്കേണ്ട രീതിയിൽ മികച്ചൊരു സൽക്കാരം നടത്തി. ആ സൽക്കാരത്തിനൊടുവിൽ അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. അവർക്ക് കുറ്റം ഏറ്റുപറഞ്ഞു. കുറ്റബോധവുമില്ലാതെ സന്ധ്യ പോലീസിനോട് പറഞ്ഞു, തന്റെ അമ്മയേക്കാൾ വലുത് കാമുകനായ നിതിനാണ്. അവന്റെ കടം വീട്ടാൻ വേണ്ടി അമ്മ എന്നല്ല ആരെ കൊല്ലാനും ഇറങ്ങിത്തിരിക്കുമെന്ന്. നല്ലത് സംഭവിക്കട്ടെ. ഇനിയെങ്കിലും നല്ല വാർത്തകൾ നമുക്ക് കേൾക്കാൻ സാധിക്കട്ടെ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു. നന്ദി.